പാഠം 1057. ഒരു വധഭീഷണി. മണി 9 9:10 പോകണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇപ്പോൾ ഷർട്ടും മുണ്ട് തേച്ചോണ്ടിരിക്കുകയാണോ നീ? തേച്ച് കഴിഞ്ഞതാണ്. ഈ ഷർട്ടും മുണ്ടും എടുത്തിടാൻ 10 മിനിറ്റ് പോലും വേണ്ട. പിന്നെ എന്തിനാണ് ചുമ്മാ കക്കന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത്? ഷർട്ടും മുണ്ടും എടുത്തിട്ടാൽ മാത്രം പോരല്ലോ, വേറെ എന്തെല്ലാം ചെയ്യാനുണ്ട്. വേറെ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല. മോഹനയുടെ ഭക്ഷണം കഴിച്ചതാണ്. ഉച്ചയോട് ഞാൻ ബാഗിലാക്കിയും വെച്ചിട്ടുണ്ട്. മോഹനന്റെ ആകെ ചെയ്യാനുള്ളത് ഈ ഷർട്ടും മുണ്ടും എടുത്തിടുക, നേരെ പോയി ബാഗ് എടുക്കുക, കൊടയെടുക്കുക, നേരെ താലൂക്ക് ഓഫീസിലേക്ക് പോവുക. 9:10 നടന്നു തുടങ്ങിയാൽ 9:40 ആകുമ്പോഴേക്കും താലൂക്ക് ഓഫീസിലെത്തും. തഹസിൽദാരെ കാണുമെന്ന് പറഞ്ഞ എത്ര മണിക്കാണ്? 9:45. പിന്നെന്താ പ്രശ്നം? ഫോൺ എടുക്ക. പിന്നെ തഹസിൽദാരാണ് ഞാൻ പുറപ്പെട്ടു പറഞ്ഞാൽ മതി. അതെന്തിനാണ് നുണ പറയണത്? റെഡി ആവുമെന്ന് പറഞ്ഞ പോരെ. എന്താണ്? അപ്പൊ തഹസിൽദാർ പറയും മോഹനേഷിന് ഫോൺ എടുക്ക. പിന്നെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഒടുവിൽ എനിക്ക് 9:10 ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ഞാൻ പുറപ്പെട്ടു പറഞ്ഞാൽ മതി. ചെല്ല്. ഹലോ. എന്താ വിദ്യ? ആ കേസ് എന്നാ? മാറ്റി വയ്ക്കാനാ? അത് നടക്കും തോന്നില്ല. മജിസ്ട്രേറ്റിന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? ഇനി ഒരു പ്രാവശ്യമോടെ കേസ് അവധിക്ക് വെക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞതാ. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറ. അയ്യോ, അതെന്തു പറ്റി? അത് ശരി. അല്ല, എന്താ സംഭവിച്ചത്? ഓ, എന്നിട്ട്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് രാവിലെ തന്നെ വാങ്ങണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും. എന്തായാലും ഞാൻ വിശംബര സാറിനൊന്ന് വിളിച്ചു നോക്കട്ടെ. ശരി. എന്തോ വലിയ പ്രശ്നമാണല്ലോ. അത് വിശംബര സാറിന് ഒരു കേസിന്റെ വിസ്താരം ഒന്ന് തുടങ്ങാൻ പോണട്ടാ. വിശംബര സാറിന്റെ ഒരു പരിചയക്കാരനെ കേസിലെ സാക്ഷിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അയാളെ വിസ്തരിക്കേണ്ടതാ. കഷ്ടകാലത്തിന് ഇന്നലെ അയാളെ ആരോ തല്ലി ആശുപത്രിയിലാക്കിന്ന്. ഇമാതിരി ആളുകളൊക്കെയാണോ നിങ്ങൾ കേസിന് സാക്ഷിയായിട്ടൊക്കെ വിളിക്കുന്നത്? ഇതാണ് ഞാൻ പറയുന്നത്, മാന്യന്മാരെ സാക്ഷിയാക്കണമെന്ന്. ഓരോ കേസിനനുസരിച്ച് സാക്ഷിയുടെ സ്വഭാവം മാറിന്നിരിക്കില്ല മോനട്ടാ. കളപ്പുരയിലെ ദിവാരം എന്ന് പറഞ്ഞാൽ തന്നെ ആളൊരു ഭയങ്കര ചട്ടമ്പി. പക്ഷേ ചട്ടമ്പിയെ സാക്ഷിയാക്കിയാലേ കേസ് ജയിക്കുന്നാണെങ്കിൽ ചട്ടമ്പി തന്നെ സാക്ഷിയാക്കണ്ടേ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്താ പറഞ്ഞത്? ആ സാക്ഷിയുടെ പേരെന്താ പറഞ്ഞേ? കളപ്പുരയ്ക്കൊരു ദിവാകരൻ. അയാൾക്ക് എന്ത് പറ്റി? ഇന്നലെ രാത്രി അയാളെ ആരോ തല്ലിന്ന്. കാര്യമായിട്ട് പരിക്കൊണ്ടെന്നാ വിദ്യ പറഞ്ഞത്. വിശത്തെ ഒരു അറിയണമെങ്കിൽ വിശംബര സാറിനോട് തന്നെ ചോദിക്കണം. ഒന്ന് ചോദിച്ചു നോക്കട്ടെ. അതിനിടയിൽ ആരോ വന്നല്ലോ. അതാരോ നോക്കി. നീ നോക്കിയാ മതി. എനിക്ക് ആഫീസ് പോന്നേരായി. ചെല്ല്. എന്തോ മോനട്ടാ, ഒരു കാര്യം മനുഷ്യൻ ചെയ്യാൻ സമ്മതിക്കില്ല. സാർ, ആ ദിവാരൻ വന്നിട്ടുണ്ട്. ഏത് ദിവാരൻ? കളപ്പുരയിൽ ദിവാരൻ, ആ ഗുണ്ട. എന്തിന്? അവന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടിയേ പറ്റൂന്നു. അതെങ്ങനെ ശിശുപാല? അസലാധാരം കാണിക്കാതെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? അതയാള് നമ്മളറിയാതെ എവിടെയെങ്കിലും കൊണ്ട് പണയം വെച്ചിട്ടുണ്ടെങ്കിലോ? ഇതൊക്കെ ഇന്നലെ വന്നപ്പോ കാഞ്ചന സാറ് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തതാ. പക്ഷെ ദിവാറിന് മനസ്സിലാവണ്ടേ? സാറിനെ കണ്ടിട്ടേ പോവുള്ളൂന്നും പറഞ്ഞോണ്ടാ ദിവാര് നിൽക്കുന്നത്. സാറ് ഒന്ന് വന്നിരുന്നെങ്കിൽ. അവന്റെ സ്വഭാവം അറിയാലോ. മുകളിലെ ആകാശം, താഴെ ഭൂമി. ഇവിടെ വെച്ച് അലമ്പുണ്ടാകാതെ നോക്കണമെങ്കിൽ സാറ് തന്നെ വേണം. ശരി, ഞാൻ സംസാരിക്കാം. സാറേ, അവന്റെ അടുത്ത് മര്യാദ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. സാറ് പാവമാണെന്ന് തോന്നിയാലേ അവൻ സാറിന്റെ നെഞ്ചത്ത് കയറും. വില്ലേജ് ഓഫീസറാണെന്നുള്ള നോട്ടമാണെന്നും ദിവാറിന് കാണില്ല. സാറൊന്ന് സൂക്ഷിച്ചു വേണം.
അവൻ ദിവാകരൻ ആരായിരിക്കും തല്ലിയത്? എന്താ എന്താ ഇങ്ങനെ തൊട്ടടുത്ത് വിളിച്ചാൽ മനുഷ്യൻ പേടിച്ചു പോലെ? മോണ്ട കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആരാ? എനിക്കറിയാവുന്ന ആളല്ല. മോണ്ട കണ്ടിട്ട് അത്യാവശ്യം ഉണ്ടെന്നാ പറഞ്ഞത്. ആരാന്ന് ചോദിക്കാൻ പാടില്ലേ? എനിക്ക് വേറെ പണിയുണ്ട്, ഒന്ന് മാറിക്കി. ആരാണെന്ന് പോയി നോക്ക്. ഞാൻ വിശ്വപര സാർ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇതെന്താ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അയാൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ ശേഖരനോട് രാവിലെ? ഞാൻ സാറിനൊന്ന് കാണാൻ വന്നതാ. അത് മനസ്സിലായി. എന്താ കാര്യം? സാറേ, ഞാനൊരു വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തിട്ട് 2 ആഴ്ചയായി. ഇതുവരെ ഒരു തീരുമാനവും പറഞ്ഞില്ല. ആര് പറഞ്ഞു തീരുമാനം പറഞ്ഞില്ല എന്ന്? ശേഖരൻകുട്ടി അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ശേഖരൻകുട്ടിക്കുണ്ട് എന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ സർട്ടിഫിക്കറ്റ് തരാതിരിക്കുന്നത്. സാറേ, അതിപ്പോ ഒന്നും പറയണ്ട. എന്റെ അന്വേഷണത്തിൽ ശേഖരൻകുട്ടിക്ക് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായ അത്രയും വരുമാനം വെച്ചുകൊണ്ട് ഞാനൊരു സർട്ടിഫിക്കറ്റ് അങ്ങ് തരാം. അത്രേ ഉള്ളൂ. സാർ, അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കാര്യമില്ല സാർ. ശേഖരൻകുട്ടിക്ക് ആവശ്യമുള്ളതുപോലെ സർട്ടിഫിക്കറ്റ് എഴുതി തരാനല്ല സർക്കാർ എനിക്ക് മാസാമാസം ശമ്പളം എണ്ണി തരുന്നത്. ഞാൻ സത്യം മാത്രമേ എഴുതൂ. ശേഖരൻകുട്ടിക്ക് ദിവാകരൻ അറിയാം. ഏത് ദിവാകരൻ? കളപ്പുരയിൽ ദിവാകരൻ. അറിയാം സാർ. അയ്യോ, ഭയങ്കര ചട്ടമ്പിയാ. പക്ഷെ ഇന്നലെ രാത്രി അവനെ ആരോ തല്ലി കൈയും കാലും ഒടിച്ച് ആശുപത്രിയിലാക്കി. തല്ലിയതായിരുന്ന ദിവാകരൻ പറഞ്ഞിരിക്കുന്നത്? അവൻ പറയില്ല സാറേ. പറഞ്ഞിട്ടില്ല. അവൻ ആരെങ്കിലും തല്ലിയ തിരിച്ചു തല്ലുക എന്നുള്ളതാണ് അവന്റെ രീതി. തല്ലിയത് വാടക ഗുണ്ടകളാണെന്നുള്ള കാര്യം ഉറപ്പാ. തല്ലിച്ചതാരാണെന്ന് അറിയേണ്ടത്. സാറേ, ഈ ദിവാകരൻ അറിയാമെന്ന നാട്ടുകാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ ആശുപത്രിയിൽ ഇറങ്ങി കഴിയുമ്പോ തിരിച്ചു തല്ലും. അപ്പോഴറിയാം ആരാ കക്ഷിയെന്ന്. അല്ല, ഈ സാറെന്താ ദിവാറിന്റെ കാര്യമൊക്കെ ചോദിക്കുന്നത്? വെറുതെ ചോദിച്ചതാ. അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോ ആളെവിടെ അയാളെ ധരിപ്പിക്കേണ്ട കാര്യം എന്താണെന്ന് നാട്ടുകാർക്ക് അറിയാലോ. ഞാൻ തന്നെ വെറുതെ പേടിക്കുന്നത്. എന്ത്? ആരായിരുന്നു? എന്നെ കാണാമെന്ന. അതെനിക്ക് മനസ്സിലായി. എനിക്ക് പരിചയമില്ലാത്ത ആളായതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. ഈ നാട്ടിൽ നിനക്ക് പരിചയമില്ലാത്ത ഒരുപാട് പേര് കാണുമല്ലോ. വെറുതെ ഒരു നാട്ടുമര്യാദ ചോദിച്ചെന്നേ ഉള്ളേ. പറയണ്ട. ഈ ദിവാകരൻ നിനക്ക് ശരിക്കും പരിചയമുണ്ടോ? ഏത് ദിവാകരൻ? നിനക്കിപ്പോ ഫോൺ വന്നില്ലേ ഒരു റൗഡി? അതോ? എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. വിശംബര സാറാ അയാളെ സാക്ഷിയാക്കാൻ പറഞ്ഞത്. വിളിച്ച് സംസാരിച്ചപ്പോ ആള് കൊള്ളാന്ന് തോന്നി. അതുകൊണ്ട് സാക്ഷിയാക്കാൻ എഴുതി കൊടുത്തു. ഇങ്ങനെയുള്ള റൗഡികളെയൊക്കെ സാക്ഷിയാക്കിയ കോടതിയിൽ അതിന് വല്ല വിലയുണ്ടാവോ? അയാള് ഭയങ്കര റൗഡിനാ കേൾക്കുന്നത്. അത് ഞാൻ കേട്ടു. കൈവെട്ട് കാൽവെട്ട് തുടങ്ങി സകല പരിപാടികളുണ്ട്. അവനെതിരെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് ടൗണിൽ കട നടത്തുന്ന ആ സിദ്ധാർത്ഥനെ വീട്ടിൽ കയറി തല്ലിട്ടുണ്ട്. അല്ല, എന്താണ് പെട്ടെന്ന് എന്റെ കേസിലൊരു താല്പര്യം? ഇത് പതിവില്ലാത്താണല്ലോ. അയ്യോ, വിശംബര സാറിന്റെ കേസ് പിടിച്ചോണ്ടോന്ന് ഉത്തമനാ. നമസ്കാരം വക്കീലേ. ഞാൻ ഒരു വിവരം അറിഞ്ഞത് പറയാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ വിശ്വംഭര സാറിന്റെ കേസിലെ സാക്ഷിയില്ലേ ദിവാകരൻ ആശുപത്രിയിലാണ്. അതല്ലേ പറയാൻ വന്നത്? ഓ, അത് ശരി. അപ്പൊ വക്കീല് കാര്യം അറിഞ്ഞല്ലേ? അതെന്താ ഉത്തമ, ഞാൻ വാദിക്കുന്ന ഒരു കേസിലെ സാക്ഷി ആശുപത്രിയിലായ പിന്നെ ഞാനത് അറിയാതിരിക്കുവോ? പ്രത്യേകിച്ച് സാക്ഷി വിസ്താരം വെച്ചിരിക്കുമ്പോ. ഓ, ഞാൻ കരുതി വക്കീൽ അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാവുമല്ലോ. അതുകൊണ്ട് ഞാൻ സംഭവം അറിഞ്ഞ പാടെ പറയാൻ വേണ്ടി വരികയായിരുന്നു. നമസ്കാരമുണ്ട് സാറേ. ഓ, സാർ ഓഫീസിലോട്ടായിരിക്കും അല്ലേ? അല്ലല്ല, ഓഫീസിലോട്ട് തന്നെയാണ്. ഇത് സംശയമല്ലേ? ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. ശരി ഉത്തമ, വിസ്താരം മാറ്റി വെക്കാനുള്ള അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൾ ആശുപത്രിയിലായ സ്ഥിതിക്ക് സംഗതി എന്തായാലും മാറ്റി വെച്ചോളൂ. ഞാൻ പോകുന്നത് സാറേ. ഈ ദിവാകരന് ശരിക്കും എന്താ സംഭവിച്ചേ? നല്ല 1 തരം അടിയായിരുന്നു സാറേ. വലത് ഇങ്ങനെ പിറകോട്ട് പിടിച്ച് തിരിച്ച് ഓടിച്ചു.
വലിയ ചട്ടമ്പിയായ ദിവാരനെ അമ്മാതിരി തല്ലണമെന്നുണ്ടെങ്കിലേ തല്ലിയവന്മാര് ചില്ലറക്കാരനല്ല. ആരാ തല്ലിന്ന് ദിവാരൻ പറഞ്ഞോ? ആരാ തല്ലിന്ന്? അതല്ലേ രസം. തല്ലിയ ആളിനെ ദിവാരൻ അറിഞ്ഞൂടാ. പക്ഷെ തല്ലിച്ചതാരാണെന്ന് എനിക്കറിയാം എന്നാണ് ദിവാരൻ പറയുന്നത്. പോലീസുകാർ ചോദിച്ചിട്ട് പോലും ദിവാരൻ പേര് പറഞ്ഞില്ല. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരിട്ട് കണക്ക് തീർത്തോളാം എന്നാണ് എല്ലാവരുടെ പറഞ്ഞിരിക്കുന്നത്. സാറേ, സാറെന്തോന്ന് ദിവാരന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ചൂഴ്ന്ന് ചോദിക്കുന്നത്? സാറിന് അറിയാമോ ഈ ദിവാരനെ? ഈ ദിവാകരൻ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടി വലിയ ആഫീസ് വന്നിരുന്നു. കൊടുക്കാൻ പറ്റില്ലെന്ന് കാഞ്ചന പറഞ്ഞപ്പോ അതിന് ന്യായം ഞാൻ തന്നെ പറഞ്ഞ ആഫീസിനകത്ത് കയറി വന്നു. എന്നിട്ട് എന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലെ ഇന്നൊരു തീരുമാനം ഉണ്ടാവണം. ഈ വില്ലേജ് ഓഫീസർ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നും അല്ലല്ലോ. ആരായാലും ഇത്രയ്ക്ക് അഹങ്കാരമൊന്നും പാടില്ല. ദിവാകരൻ ഇങ്ങനെ ചൂടായിട്ട് ഒരു കാര്യവുമില്ല. സർട്ടിഫിക്കറ്റ് തരാതിരുന്നതിന്റെ കാര്യം ഇന്നലെ പറഞ്ഞതല്ലേ? ഇന്നലെ പറഞ്ഞത് നിങ്ങളല്ലേ? എനിക്ക് വില്ലേജ് ഓഫീസറെ കാണണം. വിളിക്കാളെ. ദേ ദിവാരൻ ചേട്ടാ, ഇതൊരു സർക്കാർ ഓഫീസാണ്. ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കാൻ പാടില്ല. ഞങ്ങളെ പോലീസിനെ വിളിക്കും. ഓ പിന്നെ പോലീസ് എന്ന് പറഞ്ഞ ദിവാരൻ അങ്ങ് പേടിച്ചു. ദിവാരൻ കയറിയെടുത്തോളം പോലീസ് സ്റ്റേഷനിൽ കയറിയ ഒരാളും ഈ നാട്ടിലില്ല. പോലീസും കോടതിയും ജയിലും ഒക്കെ ദിവാകരന് പുല്ല. സാറെത്തിയല്ല. എന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ എന്താ സാറേ തീരുമാനം? അസലാധാരം കൊണ്ടുവന്ന് കാണിക്കാതെ സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് ഇന്നലെ കാഞ്ചന പറഞ്ഞതല്ലേ? പറഞ്ഞു. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയേ പറ്റൂ ഇന്ന് തന്നെ. സാറേ, ദിവാറിന്റെ സ്വഭാവം സാറിന് അറിയാലോ. 25 തല്ല് കേസ്, 2 കുത്തു കേസ്, ഒരു സ്ത്രീപീഡന കേസ്. അങ്ങനെ കേസ് എത്ര എന്റെ പേരില്? എനിക്കൊന്നും നോക്കാനില്ല. മര്യാദയ്ക്ക് സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിൽ സാറിന്റെ പൊടി പോലും കാണൂല. ദിവാകരന് പറഞ്ഞതാ. ദിവാകരൻ ഒന്നെങ്കിൽ വന്നേ. വരൂ. അവനൊരു വെട്ടുപോത്താ കാഞ്ചന സാറേ. ഒരു നയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിച്ച സാറിനും കൊള്ളാം. ദിവാകര, ഇതൊരു സർക്കാർ ഓഫീസ്. ഇവിടെ നിന്ന് ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നിയമപ്രകാരം മാത്രമേ നടക്കൂ. ആധാരത്തിന്റെ അസൽ കാണാതെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എന്ത് പ്രശ്നം? ഇത്രയും നേരം കാഞ്ചനയും സ്വയംപ്രഭയും ശിശുപാലനും ഞാനുമൊക്കെ മര്യാദയ്ക്ക് പെരുമാറിയത് കൊണ്ടാണ് ദിവാകരൻ വലിയ ആളാവുന്നത്. ദിവാകര, നിന്നേക്കാൾ വലിയ ചട്ടമ്പികളെ എനിക്കറിയാം. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ അവർ വന്ന് നിന്റെ കയ്യും കാലും തല്ലി പിടിക്കും. നിനക്കൊക്കെ കെ മോഹനൻ സാറിന്റെ ഒരു മുഖം മാത്രമേ അറിയൂ. നിങ്ങൾക്കറിയാത്ത വേറൊരു മുഖം കൂടി എനിക്കുണ്ട്. എന്നോട് മോശമായി പെരുമാറുന്നവരെ അന്ന് രാത്രി തന്നെ ആളെ വിട്ടടുപ്പിക്കുന്ന ഒരു ഭയങ്കരനാണ് ഞാൻ. പിന്നെ അങ്ങനെ ആളെ വിട്ടടുപ്പിച്ചാലേ സാറിന്റെ പൊടി പോലും കാണൂല. എനിക്ക് കിട്ടുന്ന അടിയും അതിന്റെ പലിശയും സാർ വാങ്ങിയിരിക്കും. കാണാം. ഞാനൊരു ഗാന്ധിയനായത് കൊണ്ടാണ് നേരിട്ട് ആരും തല്ലാത്തത്. പക്ഷെ എന്റെ ഗുണ്ടകൾ ആരും ഗാന്ധിയരല്ല. ഓർത്തോ. എന്റെ ഈശ്വരോ, അപ്പൊ സാറാണ് അവനെ തല്ലിയത്? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ അയാളൊന്ന് വെട്ടണമെന്ന് ശിശുപാലൻ പറഞ്ഞോണ്ട് ഞാൻ വെറുതെ അങ്ങ് ചെയ്തതാ. അല്ല, എനിക്ക് ഗുണ്ടകളല്ലേ പരിചയമുണ്ടോ? സാറേ, എന്തായാലും തല്ലിച്ചത് സാറാണെന്നാണ് അവൻ കരുതിയിരിക്കുന്നത്. അതാണ് അവൻ തല്ലിച്ച ആളെ അറിയാൻ ഞാൻ നേരിട്ട് അവനെ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞത്. പക്ഷെ ഞാനല്ലല്ലോ. അതെങ്ങനെ അവനെ പറഞ്ഞ് മനസ്സിലാക്കും? ഒരു വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്തവനെ ഈ ദിവാരയും. സാറേ, സാറ് സൂക്ഷിക്കണം.
ഇപ്പൊ അവൻ ആശുപത്രിയിലാണ്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ അവൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ നേരെ വരുന്നത് മോഹനേഷ് സാറിനെ കാണാനായിരിക്കും. എന്നെ വല്ലതും ചെയ്താ പ്രശ്നമാവേ? എന്നെ അന്വേഷിച്ചാലും പ്രശ്നമാവുക. ഞാൻ ഒരു വലിയ ഓഫീസറാ, എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സാറേ, ചെയ്യാനുള്ളത് ചെയ്തിട്ട് പിന്നെ പ്രശ്നമായിട്ട് എന്തോ നീയായി. സാറ് സൂക്ഷിക്കണം. ഈ ദിവാരനെ ശരിക്കും അറിയാന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. സാറ് സൂക്ഷിക്കണം. എന്തായാലും എനിക്കിത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ദിവാകരന്റെ അഹങ്കാരം കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല. ഇവനൊക്കെ നല്ല തല്ലുകൊണ്ട് ആശുപത്രി കിടന്നേ പറ്റൂ. പിന്നല്ലാതെ ഇന്നലെ ഇവിടെ വന്ന് എന്തൊരു ചാട്ടമായിരുന്നു. മോഹനേഷ് സാറിനെ തല്ലൂന്നൊരു അവൻ പറഞ്ഞില്ലേ. പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി മോഹനേഷ് സാർ അവന്റെ കാല് വരെ പിടിച്ചു കാണും. അതിന് ദൈവം കൊടുത്ത ശിക്ഷ ദിവാകരൻ ഇപ്പൊ കിട്ടിയത്. നമസ്കാരം സാർ. നമസ്കാരം സാർ കാര്യമൊക്കെ അറിഞ്ഞില്ലേ? ഇന്നലെ ഇവിടെ വന്ന് അലമ്പുണ്ടാക്കിയ ദിവാകരന് ദൈവം കൊടുത്തു. ഇന്നലെ അവനെ ആരോ രാത്രി ഇടിച്ച് കൈ ഒടിച്ചു. വലത് കൈ ഒടിഞ്ഞിരിക്കുന്നത്. ഇടിച്ചത് ആരാണെന്ന് അവന് അറിയാന്ന്. പോലീസുകാര് ചോദിച്ചിട്ട് പറഞ്ഞില്ല. ആ കണക്ക് നേരിട്ട് തന്നെ തീർത്തോളാന്ന്. പിന്നെ ഒടിഞ്ഞ കൈയും വെച്ച് അവ എന്ത് കണക്ക് തീർക്കാനാ? അത് ശരിയാ, ഒന്നും ചെയ്യില്ല അല്ലേ സാറേ? ഈ ദിവാരെ ശരിക്കും ഇതിനു മുമ്പ് ഒരുപാട് തല്ലിട്ടുണ്ടോ? പിന്നല്ലാതെ അവൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഗുണ്ടയാ സാറേ. ആ, പണ്ട് സപ്ലൈ ഓഫീസിലെ വേലായുധ സാറിനെ പട്ടാപ്പകൽ നടു റോഡിൽ ഓടിച്ചിട്ട് അടിച്ചതല്ലേ ഇവൻ? അയ്യോ, അതെ സാർ. ഇവൻ ചോദിച്ചപ്പോ റേഷൻ കാർഡ് കൊടുക്കില്ലെന്ന് പറഞ്ഞ കാരണം പറഞ്ഞായിരുന്നു അടി. സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നൊന്നും അവന് പ്രശ്നമല്ല. സാറേ, പിന്നെ സാറേ 4 മണിയാവുമ്പോ ദിവാരനെ ഡിസ്ചാർജ് ചെയ്യുമെന്നാ കേട്ടത്. പകരത്തിന് പകരം ഇന്ന് തന്നെ തീർക്കുമെന്ന് ആശുപത്രി ചെന്നവരോടൊക്കെ അവൻ പറഞ്ഞു. പക്ഷേ ദിവാകരന്റെ കൈ പിടിച്ച് ഓടിച്ച ആള് അത്ര ചെറിയ ആളായിരിക്കില്ല സാർ. അവര് മുൻകരുതൽ എടുക്കുമല്ലോ. അപ്പൊ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. എന്ത് നടക്കാൻ? ആരാ ഈ ദിവാകരൻ തല്ലിന്ന് വല്ല സൂചന ഉണ്ടോ? അതൊന്നും പറഞ്ഞില്ല. പക്ഷേ അവൻ ആളെ അറിയാം സാർ. തല്ലിയവരെ അറിയില്ലെങ്കിലും തല്ലിച്ചവരെ അറിയാം. അത് ഉറപ്പല്ലേ? 4 മണിക്ക് അവൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങും. അപ്പോ 5 മണിക്കുള്ളിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകും. അതുവരെ നമുക്ക് ക്ഷമിക്കാന്ന് അല്ലേ സാറേ? അതുവരെ ക്ഷമിച്ചാ പിന്നെ ക്ഷമിക്കേണ്ടി വരില്ല. എന്താ? ആളുണ്ടെങ്കിലല്ലേ ക്ഷമിക്കാൻ പറ്റുള്ളൂ. അയ്യോ, എനിക്ക് വയ്യേ. എന്താ വിലാപിച്ചത്ര നേരത്തെ? എന്താണ് മണി 3 പോലും ആയില്ലല്ലോ. ഒരു അത്യാവശ്യം ഉണ്ടായി, അതുകൊണ്ടാ. എന്തത്യാവശ്യം പറ. എന്നെ അന്വേഷിച്ച് ആരെങ്കിലും ഒക്കെ വന്നിരിക്കും. ഞാൻ ഇവിടെ ഇല്ല എന്ന് നീ പറഞ്ഞാ മതി. അതെന്തിനാ അങ്ങനെ പറയണേ? ഒരു കാര്യം അങ്ങോട്ട് പറയുമ്പോ അതങ്ങ് അനുസരിക്കാൻ പഠിക്കുക. 4 മണി കഴിയുമ്പോ എന്നെ അന്വേഷിച്ച് ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ കയറി വരും. അവർ വില്ലേജ് ഓഫീസിൽ പോയിട്ടായിരിക്കും വരുന്നത്. ഇവിടെ വരുമ്പോ ഞാൻ ഇവിടെയും ഇല്ല എന്നങ്ങ് പറഞ്ഞേക്കണം. ആര് വരുന്ന കാര്യാ? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. എവിടെ പോയി ചോദിച്ചാൽ എന്താ പറയും? എവിടെയെങ്കിലും പോയി പറഞ്ഞോ. അത് നീ ഒരു വക്കീലല്ലേ? വക്കീലാണോ ഒന്നോണം പറയാൻ പാട്? പിന്നെ ഈ വരുന്ന ആളുകൾക്ക് നിന്നെ ചിലപ്പോ പരിചയമുണ്ടായിരിക്കും. അതുകൊണ്ട് ചാടി കയറി മോനേട്ടാ എന്ന് വിളിച്ചളയരുത്. എന്താണ് മോനേട്ടന്റെ പ്രശ്നം? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചില അത്യാവശ്യങ്ങളുണ്ട്. ഞാൻ അകത്ത് പോയിരുന്ന് ചില കർമ്മങ്ങൾ ഏർപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ശല്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഞാനിവിടെ എത്തുന്നറിയുള്ള ഫോൺ ഇവിടെയാ. ഞാൻ വന്നത് ഒരു കാരണത്തിന് പറയാൻ പാടില്ല. അയ്യോ. ഹലോ ഹലോ, വക്കീലെ, ഞാനാണ്. സാറുണ്ടോ അവിടെ? ആ, ഉത്തമനാ. ഹലോ. ആ സാറേ, ഞാൻ ഓഫീസിലോട്ട് വിളിച്ചായിരുന്നേ. അപ്പോഴാണ് അറിഞ്ഞത് സാറ് നേരത്തെ പോയെന്ന്. എന്തുപറ്റി സാറേ? ഉത്തമ, ഞാനിവിടെ ഉള്ള കാര്യം ഉത്തമൻ വേറെ ആരോടും പറയണ്ട.
എന്താ സാറേ പ്രശ്നം? പറഞ്ഞാൽ കേട്ടാ മതി. എന്തായാലും വിളിച്ചേ? ആ പിന്നെ സാറേ, നമ്മള് രാവിലെ ദിവാറിന്റെ കാര്യം സംസാരിച്ചില്ലേ? അവനെ തല്ലാൻ ആളെ വിട്ടത് ആരാണെന്ന് പിടികിട്ടി. ഈശ്വര സാറേ, അവന്റെ കെട്ടിയോള് തന്നെയാണ് ആളെ വിട്ട് തല്ലിച്ചത്. 2 ദിവസം മുമ്പ് വെള്ളം അടിച്ച് വീട്ടിൽ ചെന്ന പെണ്ണുപിള്ളയുടെ കൈ പിടിച്ച് തിരിച്ചു ഓടിച്ചു. അവരിപ്പോ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് നടക്കുകയാണ്. അതിന്റെ കലിപ്പില് അവളാണ് അവളുടെ ആങ്ങളെ സംഗതി ഏൽപ്പിച്ചത്. അടികൊണ്ടപ്പോ ദിവാറിന് കാര്യം മനസ്സിലായി. അതാണ് അവൻ പറഞ്ഞത്, തല്ലിച്ച ആളിനെ അറിയാം, കണക്കൊക്കെ നേരിട്ട് തീർത്തോളാ എന്നൊക്കെ. അവൻ ആശുപത്രി നിറങ്ങി കഴിഞ്ഞ പ്രശ്നമാണെന്ന് അറിയുന്നോണ്ടേ അവന്റെ പെണ്ണുപിള്ള അവരുടെ വീട്ടിലോട്ട് പോയി. അത് ശരി. പക്ഷെ ദിവാരേ സാറേ, ഇത് അങ്ങനെ ഇങ്ങനെ വിടയൊന്നുമില്ല. വിടണ്ട. ശരി ശരി, എനിക്ക് ആഫീസ് പോണം. ഓഫീസിലേക്ക് മണി 3 കഴിഞ്ഞാലും 5 മണിയുടെ ആഫീസ്. എനിക്ക് ആഫീസ് പോയാൽ പറ്റൂ. പിന്നെ എന്തിനാണ് ഓടി പിടിച്ച് വന്നത്? 5 മണിക്ക് പോന്നാ പറയുന്നത്. പക്ഷെ ഉത്തമല്ലേ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യം. എന്ത് കാര്യമാ? പിന്നെ അത് പറഞ്ഞിട്ട് സമയം പോവും. ഞാൻ ഒരു ഉത്തരവാദപ്പെട്ട വലിയ ഓഫീസറല്ലേ? പേടിക്കുന്നത് ഒരു തെറ്റല്ല. പ്രത്യേകിച്ച് ദിവാകരനെ പോലൊരു ചട്ടമ്പിയെ പേടിക്കുക തന്നെ വേണം. തൽക്കാല ജയത്തിനായി പറഞ്ഞു പോയൊരു വാചകം പുലിവാലാകുന്നതും ആ പ്രതിസന്ധിയിൽ നിന്ന് വില്ലേജ് ഓഫീസർ തൽക്കാലം രക്ഷപ്പെടുന്നതും കണ്ട് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.